നമസ്കാരം, ഗുഡ് മോർണിംഗ്. ന്യൂസ് മലയാളം ഉദയം മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പതിനാലാം ദിനത്തിലും അർജുൻ കാണാമറയത്ത്. രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. ഇന്നു മുതൽ പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിലില്ല. തൃശൂരിൽ നിന്ന് ബാർജ് എത്തിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ ശ്രമം. അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തരുതെന്ന് കുടുംബം. കൂടുതൽ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ദൌത്യം തുടരണമെന്നും ആവശ്യം. കോഴിക്കോട് കനോലി കനാലിൽ കാണാതായ യുവാവ് മരിച്ചത് കുന്നമംഗലം സ്വദേശി പ്രവീൺ. മീൻ പിടിക്കുന്നതിനിടെ കാൽ വഴുതി കനാലിൽ വീണ പ്രവീണിനെ കണ്ടെത്തിയത് ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിൽ. സംസ്ഥാനത്തെ 49 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ. 169 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ. മുഖ്യമന്ത്രിയെ കേസുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണ് ഹർജിക്ക് പിന്നിലെന്നും സർക്കാർ വാദം. ബാബ രാംദേവിനെതിരായ ഹർജികളിൽ വിധി ഇന്ന്. വിധി പതഞ്ജലിയുടെ മരുന്നായ കൊറോണിൽ കോവിഡ് മുക്തമാക്കുമെന്ന അവകാശവാദത്തിനെതിരെ ഡോക്ടർമാരുടെ സംഘടന നൽകിയ ഹർജികളിൽ വിധി പറയുന്നത് ഡൽഹി ഹൈക്കോടതി. സംസ്ഥാനത്ത് നിപ ഭീതി ഒഴിയുന്നു. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരിയ ലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ളത് ഒരാൾ. 472 പേർ സമ്പർക്ക പട്ടികയിൽ. നിപ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയെന്നും മുന്നറിയിപ്പ്. ആലപ്പുഴ കലവൂരിൽ വാഹനാപകടത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 2 പേർ മരിച്ചത് ഡിവൈഎഫ്ഐ മാരാരിക്കുളം ഏരിയ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ രജീഷ്, അനന്തു എന്നിവർ. അപകടം കാർ തെങ്ങിലിടിച്ചു കയറി. കാറിൽ ഒപ്പമുണ്ടായിരുന്ന 2 പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ. ശൈശവ വിവാഹ നിരോധന നിയമം എല്ലാ മതങ്ങൾക്കും ബാധകമെന്ന് ഹൈക്കോടതി. പരാമർശം മലപ്പുറത്ത് 15-കാരിയെ വിവാഹം ചെയ്തു കൊടുത്ത പിതാവിനും വരനും മഹല്ല് കമ്മിറ്റിക്കുമെതിരെയുള്ള കേസ് പരിഗണിക്കവേ മതപരമായ അവകാശത്തിന്റെ പേരിലാണ് വിവാഹം നടത്തിയതെന്ന വാദം നിലനിൽക്കില്ലെന്നും കോടതി. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മനു ഭാക്കറിന് അഭിനന്ദന പ്രവാഹം. ഫോൺ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. लेकिन उसके बावजूद भी आपने देश का नाम रोशन किया. आपको 2 प्रकार की क्रेडिट मिल रही है. एक तो आप कहाँ से पदक लाई, लेकिन भारत की पहली महिला है जो इस खेल में मेडल लेके आई हो. जी सर. हाँ जी. നേട്ടം രാജ്യത്തിന് സമർപ്പിക്കുന്നുവെന്ന് മനു ഭാക്കർ. 10 മീറ്റർ എയർ പിസ്റ്റൽ മെഡൽ നേടിയതോടെ ഒളിമ്പിക്സിൽ പോഡിയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഷൂട്ടറായി മനു. പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ വേട്ട തുടരാൻ ഇന്ത്യ. 10 മീറ്റർ എയർ റൈഫിൾസ് ഫൈനലിൽ അർജുനും റമിതയും ഇന്നിറങ്ങും. ഹോക്കിയിൽ 2ാം ജയം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് അർജന്റീനയ്ക്കെതിരെ. ബാഡ്മിന്റണിലും അമ്പെയ്ത്തിലും ഇന്ത്യക്ക് നിർണായകം. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര ഇന്ത്യക്ക്. മഴ നിയമപ്രകാരം ജയം 7 വിക്കറ്റിന്. യശസ്വി ജയ്സ്വാൾ ടോപ്പ് സ്കോറർ. ഗംഭീർ പരിശീലകനായ ശേഷം ആദ്യ പരമ്പര വിജയം. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്ക ചാമ്പ്യന്മാർ. ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. 165 റൺസ് 19ാം ഓവറിൽ മറികടന്നു. ലങ്കൻ ക്യാപ്റ്റൻ ചമരി അത്തപ്പത്തു ടൂർണമെന്റിന്റെ താരം.